മക്കളുടെ ഐശ്വര്യത്തിനും സംരക്ഷണത്തിനുമായി മാതാപിതാക്കൾ ജപിക്കേണ്ട അതിശക്തിയാർന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ മന്ത്രം മക്കളുടെ അഭിവൃദ്ധിക്കായി ദിവസേന ജപിക്കാവുന്നതാണ്. മക്കളുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷയ്ക്കും പഠനത്തിൽ ഉന്നതി നേടുന്നതിനും ഇത് ഉത്തമമാണ്. ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും നിലവിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് മക്കൾക്ക് സൽബുദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ സഹായിക്കും. ശ്രീരാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് പുത്രന്റെ സംരക്ഷണത്തിനായി മാതാവ് കൗസല്യാദേവി സകല ദേവീദേവന്മാരോടും നടത്തുന്ന അതിവിശിഷ്ടമായ ഒരു പ്രാർത്ഥനയാണിത്. കൗസല്യാദേവിയുടെ പുത്ര സംരക്ഷണ പ്രാർത്ഥന. പ്രാർത്ഥന ഇതാണ്: സൃഷ്ടികർത്താവേ, വിരിഞ്ച പത്മാസന, പുഷ്ടദയാബ്ദേ, പുരുഷോത്തമ ഹരേ, മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ, വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരെ, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി, സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ, എന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടും നേരവും തന്മതി കെട്ടുറങ്ങുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. മന്ത്രമൊരിക്കൽ കൂടി: സൃഷ്ടികർത്താവേ, വിരിഞ്ച പത്മാസന, പുഷ്ടദയാബ്ദേ, പുരുഷോത്തമഹരേ, മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ, വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി, സർഗസ്ഥിതിലയകാരിണി ചണ്ഡികെ, എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടും നേരവും തന്മതി കെട്ടുറങ്ങുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. അർത്ഥം ഇതാണ്: താമരപ്പൂവിൽ വസിക്കുന്ന പ്രപഞ്ച സൃഷ്ടികർത്താവായ ബ്രഹ്മാവെ, കരുണക്കടലും പുരുഷോത്തമനുമായ മഹാവിഷ്ണു ഭഗവാനെ, മൃത്യുവിനെ ജയിച്ചവനും ഗൗരീപതിയുമായ മഹാദേവ, ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള അഷ്ടദിക്പാലകന്മാരെ, ദുർഗേ ഭഗവതി, ദുഃഖങ്ങൾ നശിപ്പിക്കുന്ന ചണ്ഡികാദേവി ഭഗവതി, എന്റെ മകൻ അല്ലെങ്കിൽ മകൾ നടന്നു പോകുന്ന സമയത്തും ശാന്തമായി ഇരിക്കുമ്പോഴും ബോധം മറന്നുറങ്ങുമ്പോഴും, അതായത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ അവനെ കാത്തു രക്ഷിക്കണമേ.